നമസ്കാരം സർ. ഈയിടെയായിട്ട് UK-യിലെ മലയാളികളുടെ ഇടയിൽ ഡൈവോഴ്സ് വളരെയധികം വർദ്ധിച്ചു വരുന്നെന്ന് കേൾക്കും. അത് ശരിയാണോ സർ? ഡിവോഴ്സ് മലയാളികളുടെ ഇടയിൽ മാത്രമല്ല എല്ലാ കമ്മ്യൂണിറ്റിയുടെ ഇടയിലും ഒരുപാട് വർധനവ് വന്നിട്ടുണ്ട്. 2023 കണക്കനുസരിച്ച് 1,10,000 ഡിവോഴ്സ് ആപ്ലിക്കേഷൻസ് UK-യിലെ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 1,03,000 കേസസിന് തീർപ്പാകുകയും അല്ലെങ്കിൽ ഫൈനൽ ഓർഡർ വരികയും ചെയ്തിട്ടുണ്ട്. സർ, പ്രധാനമായും എന്തെല്ലാം കാരണങ്ങളാണ് ഈ ദമ്പതികളെ ഡൈവോഴ്സിലേക്ക് നയിക്കുന്നത്? ഡിവോഴ്സിലോട്ട് നയിക്കാൻ ദമ്പതികളിലോട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, കൺട്രോളിംഗ് ആൻഡ് കൊയേഴ്സീവ് ബിഹേവിയർ, അതായത് അധികാരപൂർവ്വമുള്ള നിയന്ത്രണങ്ങൾ. മറ്റൊരു കാരണം പറയുന്നത് അഡൽട്ടറി അല്ലെങ്കിൽ വിവേകേതര ബന്ധം, അത് മറ്റൊരു കാരണമാണ്. പിന്നീട് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്, അതായത് ഒരുപാട് ദമ്പതികൾ പ്രഷർ കുക്കർ പോലെ, അതായത് ഈ ഓഫീസിലുണ്ടാകുന്ന അല്ലെങ്കിൽ വർക്ക് പ്ലേസിലുണ്ടാകുന്ന പ്രഷറുകൾ, കുട്ടികളെ സ്കൂളിങ് കാര്യങ്ങൾ, അതുപോലെ ഫിനാൻഷ്യലായിട്ടും ബില്ലുകൾ അടയ്ക്കേണ്ട മോർഗേജ്, അതിൻ്റെ എല്ലാം പ്രഷറുകളുണ്ട്. ഈ പ്രഷറുകളെല്ലാം ഒരു ഫ്രിക്ഷൻ ആയിട്ട് മാറുകയും ഫ്രിക്ഷൻ പിന്നീട് ഡിവോഴ്സിലോട്ട് എസ്കലേറ്റ് ചെയ്യാറുണ്ട് ചില കേസസിൽ. അതുപോലെ തന്നെ മറ്റൊരു കാരണം നമുക്ക് പറയാൻ പറ്റുന്ന എക്സസീവ് ആൽക്കഹോളിസം, അത് മറ്റൊരു കാരണമാണ്. അതുപോലെ തന്നെ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ്. മാരേജ് ഈസ് ബ്യൂട്ടിഫുൾ അണ്ടിൽ യു ഗെറ്റ് മാരീഡ് എന്ന് പറയാം. അതായത് ഈ പ്രണയം സാങ്കല്പികമാണ്, പക്ഷേ ദാമ്പത്യം യാഥാർത്ഥ്യം. ഇത് തമ്മിലുള്ള മിസ്മാച്ചും മറ്റു കാരണത്തിലോട്ട് നയിക്കാറുണ്ട് ചിലപ്പോൾ. ഒരു പരിധിവരെ നമുക്ക് ഈ ഡിവോഴ്സിനെ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ കുറച്ചു കൊണ്ടുവരാൻ പറ്റും? സാധാരണ രീതിയിൽ ഇതിന് പറയുന്ന 2 ടൂൾസ് എന്ന് പറയുന്നത്, ഒന്ന് മീഡിയേഷൻ, രണ്ടാമതായിട്ട് കൗൺസിലിംഗ്. UK ഗവൺമെന്റ് ഒരിക്കലും ഡിവോഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. UK ഗവൺമെന്റ് 20 വീക്സ് കൂളിംഗ് ഓഫ് ടൈം പറയുന്നുണ്ട്, അല്ലെങ്കിൽ മീഡിയേഷനിൽ പോകാനാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് വളരെ വിവേചനപൂർവ്വമായിട്ട് ഒരു തീരുമാനത്തിൽ. പിന്നെ ചില ബന്ധങ്ങൾ ഇഫ് ഇറ്റ് ഈസ് ഇറിട്രീവബിളി ബ്രോക്കൺ, അത് നമുക്ക് കൂട്ടി യോജിക്കാൻ പറ്റാത്ത പോലെ ശിഥിലമായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. തിങ്ക് വൈസ്ലി, തിങ്ക് പ്രൂഡന്റ്ലി. Thank you, sir. You're welcome and have a nice day. Thank you.